നമുക്കൊക്കെ മനസ്സിലാവും. കാരണം ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത്. സത്യം പറയുകയാണെങ്കിൽ അവളെ പിന്നെ ഞാൻ കൗൺസിലിങ്ങിന് വരെ സിസ്റ്റേഴ്സ് അയക്കാൻ പറഞ്ഞു. കാരണം കുട്ടി ഒരു ട്രോമയിലായി. നമസ്കാരം, ഞാൻ നുസ്രത് ജഹാൻ. കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ കൊച്ചിയിൽ കേൾക്കുന്ന ഒരു വലിയ കഥ ഉണ്ട്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ മെഹർ എന്ന വിദ്യാർത്ഥി വീടിന്റെ മേലെന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ഒരു 16 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തത് സ്കൂളിലെ റാഗിങ്ങിലാണ്. കോളേജിലല്ല പഠിക്കുന്ന വെക്കണം. നമ്മളെ നാട് എങ്ങോട്ടാ പോകുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സ്കൂളിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, ഹെഡ് മാസ്റ്റർ, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നോക്കുന്നവര് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അതിന്റെ പേരിൽ ഒരു ആക്ഷൻ എടുത്തില്ല. കാരണം പണക്കാരെ വീട്, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ പണക്കാരെ വീട്ടിലത്തെ കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടിയുടെ റാഗ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞ കാര്യം വീട്ടുകാര് ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്താണ് ലോകം അറിയുന്നതും പോലീസ് അതിന് നടപടിയെടുക്കും. അപ്പൊ ചെറിയ കുട്ടികളാണ് കുറ്റം ചെയ്തത്. ചെറിയ കുട്ടികളാണ് കുറ്റം ചെയ്തെങ്കിലും ഇവനെ ഭയങ്കരമായിട്ട് ട്രോളി എല്ലാം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ടും കൂടി ഇവർ ട്രോളിയൊക്കെ ചെയ്തെങ്കിൽ ആ സ്കൂളിലെ പഠിപ്പിച്ച പഠിപ്പിന്റെ കുഴപ്പമാണ്. ആ ടീച്ചേഴ്സിന്റെ ആ സ്കൂളിന്റെ കുഴപ്പമാണ്. ആ സ്കൂളിൽ IGCS എന്ന് പറഞ്ഞൊരു സിലബസ് നടക്കുന്നുണ്ടായിരുന്നു നേരത്തെ. എന്റെ മകള് ഈ സ്കൂളിനെ പറ്റി എനിക്ക് ഒരുപാട് അറിയാം. കാരണം ഒരു 7 മാസം എന്റെ മകൾ അവിടെ പഠിച്ചിട്ടുണ്ട്. കാരണം ഇവൾക്ക് ഒരു ഹോസ്റ്റലിൽ പോയി പഠിക്കണം. IGCS ബ്രിട്ടീഷ് ഇതാണ്. അവിടെ എന്തുകൊണ്ട് വലിയ കാര്യം എന്ന് പറഞ്ഞ ഒരു സ്വൈര്യമില്ലാതെ ഞങ്ങൾ കൊണ്ടുപോയി ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ കൊച്ചിയിൽ 9ാം ക്ലാസ്സിലാണ് ചേർക്കുന്നത്. നല്ല റിസ്ക് ഉള്ള സമയമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി കേൾക്കുന്നില്ല. ആ പ്രായം അങ്ങനെയാണല്ലോ. അപ്പൊ ഏതായാലും ഹോസ്റ്റലിൽ നിന്ന് അപ്പൊ അവിടെ ചെന്നപ്പോൾ എല്ലാം പറഞ്ഞു, വലിയ ഫീസൊക്കെ കൊടുത്തു, എല്ലാം ആദ്യം വാങ്ങി, എല്ലാം ഫീസെല്ലാം കൊടുത്തു. ഇവൾ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കണം. അങ്ങനെ ഇവൾക്ക് ഈ രാവിലെ എണീക്കുമ്പോൾ വീട്ടിൽ തന്നെ നിന്ന് ശീലമുള്ളതല്ലേ, അലർജീന്റെ കുഴപ്പമുള്ളതുകൊണ്ട് രാവിലെ എണീറ്റാൽ ഒന്ന് ഓണാവാൻ ഒരു സമയം എടുക്കും. അത് കഴിഞ്ഞ് ഈ IGCS ഇവള് പോണ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യന് കേരള സിലബസ് ഈ ഒരു സിലബസിലേക്കാണ്. അത് വളരെ ടഫായിരുന്നു. അവിടുത്തെ മാത്സ്, കോമേഴ്സ്, ജസ്റ്റ് ലൈക്ക് ഡിഗ്രിക്കുള്ള ക്ലാസ്സാണ്. പ്രീ ഡിഗ്രി ചെയ്യാതെ 10th നേരെ ഡിഗ്രി ചെയ്യാന്നാണ് ഇവള് പറയുണ്ടായിരുന്നത്. സ്കൂള് പറയണ അതാണ് പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ബ്രെയിൻ അടിച്ചു പോണ എല്ലാ കാര്യങ്ങളും ഇവള് ചെയ്യുന്നതല്ല. ഇവള് പഠിച്ചില്ല, ഇവൾക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല, രാവിലെ എണീക്കുന്നില്ല, ഇങ്ങനെ കണ്ട് ഹെറാസ്മെന്റ്, ഇവളെ ക്ലാസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പറയും. ഇതൊക്കെ നമ്മൾ ഇവളെ കൊണ്ട് ആദ്യമായിട്ട് കേൾക്കുക ഇവള് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അങ്ങനെ അവസാനം ആ സ്കൂളിൽ പോയി അവസാനം സംസാരിച്ച് ഇവളെ മുമ്പെന്ന് പോലും ടീച്ചേഴ്സ് അന്നുണ്ടായിരുന്ന അതേ പ്രിൻസിപ്പാള് ലക്ഷ്മി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ അന്നുണ്ടായിരുന്ന ഒരു മേട്രനുണ്ടായിരുന്നു, ഒരു പ്രേമ. അവരെയൊന്നും ഒരിക്കലും ഒരു മേട്രനോ ടീച്ചറൊന്നും ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ദ യൂസ്ഡ് എ വെരി ബാഡ് ലാംഗ്വേജ് അഗെയിൻസ്റ്റ് ദ സ്റ്റുഡൻസ്. നമ്മളിപ്പോ ഒരു കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് നമുക്കെന്താ, ആ കുട്ടികളെ പഠിച്ച് കുറച്ച് നമ്മളെ വീടിന്ന് വിട്ടുമാറി ഒറ്റ കുട്ടീനെ പോറ്റി നമ്മൾ എന്താ പറയാ പെറ്റായി വീട്ടിലത്തെ ദുശീലങ്ങൾ, നിലത്ത് വീണ ഒരു കടലാസ് പോലും എടുത്തു വെച്ച് ശീലിക്കാതെ വളരണവരെ ഒരു മാറ്റം അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇവര് പറഞ്ഞ കാര്യങ്ങള് അപ്പൊ എന്തായാലും ഞാൻ ഇവള് പഠിച്ച സ്കൂളിൽ തന്നെ പ്രിൻസിപ്പാളുടെ അടുത്ത് പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ തിരിച്ചു കൊണ്ടുവരണം, അങ്ങനെയൊക്കെ പറയാം. അയ്യോ ആ കുട്ടീനെ അങ്ങനെ പറയണ, നിങ്ങൾ കൊണ്ടുവരും. ഞാൻ കാരണം 9th സ്റ്റാൻഡേർഡ് ആണ്. എക്സാം പിന്നെ ഹാഫ് ഇയർലി എക്സാമിനേഷന്റെ സമയത്ത് എനിക്ക് ആംഗ്ലോ ഇന്ത്യൻ കാലിക്കറ്റിലെ സിസ്റ്റർ അഡ്മിഷൻ തന്നു. ഞാൻ തിരിച്ച് അവളെ ആംഗ്ലോ ഇന്ത്യൻ തന്നെ കൊണ്ടുവന്ന് ഇട്ടു. സത്യം പറയുകയാണെങ്കിൽ അവളെ പിന്നെ ഞാൻ കൗൺസിലിങ്ങിന് വരെ സിസ്റ്റേഴ്സ് അയക്കാൻ പറഞ്ഞു. കാരണം കുട്ടി ഒരു ട്രോമയിലായി. അങ്ങനെ ഒരു ആഴ്ചയോളം അവിടുത്തെ ഒരു സിസ്റ്റർ തന്നെ അവളെ വൈകുന്നേരം കൂട്ടിയിട്ട് പോയി കൗൺസിൽ ചെയ്ത് അങ്ങനെ റിക്കവർ ആക്കി എടുത്താണ് അവള് 9th എക്സാം ഫൈനൽ ഇയർ അവിടെ എഴുതി നല്ല മാർക്കിൽ പാസ്സായി. 10th സ്റ്റാൻഡേർഡ് പാസ്സായി. അവള് ഇന്നേ വരെ ഒരു കോളേജിൽ നിന്ന് വാവുന്നുള്ള അല്ലാത്ത ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. അതാണ്. അപ്പോ ആ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസായിട്ട്, ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആയിട്ട്, ഏറ്റവും നല്ല മാർക്കോടെ ഫിലോസഫിയിൽ പാസ്സായി അതേ കോളേജിൽ തന്നെ PhD ചെയ്യാണ് എന്റെ മകള്. അപ്പൊ ഇത്രയില്ല, ഏതെങ്കിലും ഒരു കാലത്ത് ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കൊച്ചിയിലുള്ള പണക്കാർക്കും മലയാള മനോരമയുടെ സ്കൂളും ആയതുകൊണ്ട് പണക്കാർക്കും കൊച്ചി മേഖലയ്ക്ക് മാത്രം സ്ഥാനമുള്ള ഒരു ഗ്ലോബൽ പബ്ലിക് സ്കൂള്. ഈ കുട്ടി ഒരു വയനാട്ടിലുള്ള കുട്ടിയാണ്, കോഴിക്കോട് താമസിക്കുന്ന. കൊച്ചിയിൽ അവർ ഈ കുട്ടീനെ പഠിത്തത്തിന് പോയതാ, മരിച്ച കുട്ടി മെഹറിന്റെ. ആ കുടുംബത്തിനുണ്ടായ ഒരു വേദന, മാനസിക വേദന നമുക്കൊക്കെ മനസ്സിലാവും. കാരണം ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഈ മെഹറിന് ജസ്റ്റിസ് വേണം.
മനുഷ്യാവകാശ കമ്മീഷന് ഓൾറെഡി ആ കുടുംബം അയച്ചിട്ടുണ്ട്. അത് ഞാനും അതിന്റെ കാര്യങ്ങൾ പേപ്പേഴ്സ് മുന്നോട്ടെടുക്കുന്നുണ്ട്. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചേഴ്സ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള വേണ്ട കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണ്ട. കുട്ടികളെ ഹെറാസ് ചെയ്യുന്നത് കള്ളന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും നമ്മളെ കഷായം ഗ്രീഷ്മന്റെ കഥ പോലെ തക്കതായ ശിക്ഷ ഈ കുട്ടികൾക്ക് ഈ കുട്ടീനെ ഉപദ്രവിച്ചവർക്ക് കൊടുക്കണം, വാങ്ങിക്കൊടുക്കണം, ഏത് പണക്കാരൻ്റെ ആയത്. നന്ദി, നമസ്കാരം.